വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. ലഹരിക്കെതിരെ വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. വ്യാപാരി ദിനം ലഹരി വിരുദ്ധ ദിനമായാണ് ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവന്റെ മുന്നിൽ നിന്നും വിലങ്ങന്നൂർ സെന്ററിലേക്ക് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. തുടർന്ന് വിലങ്ങന്നൂർ സെന്ററിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സജി വെള്ളമുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയും നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു അടക്കളത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന തൂഫാൻ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ വ്യാപാരികൾ പങ്കാളികളാണെന്നും അതിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ നിരോധിച്ച ഒരു ലഹരി പദാർത്ഥങ്ങളും വിൽക്കല് എന്ന് തീരുമാനിച്ച ജില്ലാ കമ്മിറ്റിയാണ് തൃശൂർ എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. യോഗത്തിൽ പീച്ചി പോലീസ് സ്റ്റേഷനിൽ SI ഉണ്ണികൃഷ്ണൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സജി താണിക്കൽ, ജോസ് വല്ലൂരാൻ, ജനപ്രതിനിധികളായ വിനോദ് തേനമ്പറമ്പിൽ, സീന വർഗീസ്, ആര്യ ശരത്, സന്ധ്യ ഷാജി, ജോയ്സൺ അച്ചാണ്ടി, എന്നോ ജോയ്, ബാബു തോമസ്, വർഗീസ് പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. പ്രീന ഷിബു, KM സുകുമാരൻ, സുബി തോമസ്, സണ്ണി കരിപ്പാക്കൊടിയിൽ, രജനി രാജുമെയ്മോൾ, ഹേമന്ത് മേലെ പുതുപ്പറമ്പിൽ, മനു മാത്യു എന്നിവർ നേതൃത്വം നൽകി. സമൂഹത്തിന്റെയും ഭാവിക്ക് പരിശ്രമിക്കുകയോ എന്റെ സുഹൃത്തുക്കളെയും സഹപാഠികളെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ബോധവൽക്കരണം നടത്താൻ ഞാൻ ശ്രമിക്കും. മയക്കുമരുന്നിനോട് ഇല്ല എന്ന് പറയുവാനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുവാനും ഞാൻ കുടുംബം, സമൂഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിയോട് വിട പറയാം. ജീവിതത്തോട് അതേ പറയാം. പ്രതിജ്ഞ. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ആത്മാഭിമാനത്തിന്റെ ദിവസമാണ്. സമിതിയിലെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വ്യാപാരികൾക്കൊരു വ്യാപാരി ദിനം സമ്മാനിച്ചത്. ആഗസ്റ്റ് 9 വ്യാപാരി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലെ 10,000-ൽ പരം യൂണിറ്റുകൾ ആ പ്രദേശത്ത് ആവശ്യങ്ങൾക്ക് അനുസരണമായിട്ടുള്ള ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ യൂണിറ്റുകൾ മുന്നോട്ട് പോകുന്നു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധിയായ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ജോസേട്ടൻ അവിടെ സ്കൂളിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് നല്ല രീതിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിട്ടാണ് നമ്മുടെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജോയ്സൺ അച്ചാണ്ടി അദ്ദേഹം നടത്തുന്നതിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ക്യാൻസർ, കിഡ്നി കിടപ്പ് രോഗികളായ ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം നടത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ ഓരോ യൂണിറ്റുകളും ഇന്ന് പീച്ചി യൂണിറ്റ് ഏറ്റവും ക്രിയാത്മകമായ ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പ്രവർത്തനം, ആ പ്രവർത്തനം ഇന്ന് പീച്ചി യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമത്തെ ലഹരി വിമുക്തമാക്കുന്ന ഒരു വലിയ ദൗത്യം നമ്മുടെ ഏകോപന സമിതിയുടെ പീച്ചി യൂണിറ്റ് ഏറ്റെടുത്തിരിക്കുക. തികച്ചും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങളെ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ദിവസം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള നമ്മളെ അംഗീകരിച്ച സംസ്ഥാന സർക്കാർ നമ്മൾ അംഗീകരിച്ച ദിവസം കൂടിയാണ് ഇന്ന്. ആ അംഗീകാരം കൃത്യമായിട്ട് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷം വ്യാപാരികൾക്കൊപ്പം പൊതുസമൂഹത്തിന് കൂടി ഗുണകരമാവുന്ന രീതിയിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.